വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ സർവീസ് ആരംഭിക്കും. അസമിലെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊൽക്കത്തയിലേക്കാണ് ആദ്യ സർവീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അസമിൽ നിന്നും കൊൽക്കത്തയിലേക്കാണ് ആദ്യ സർവീസ്. എപ്പോഴായിരിക്കും സർവീസ് ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഭാരതത്തിന് അഭിമാനകരമായ മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് റെയിൽ ഗതാഗത മേഖലയിൽ ഭാരതം കൈവരിച്ച മറ്റൊരു വിപ്ലവകരമായ ഒരു അഭിമാന നിമിഷമാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പർ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ കോട്ട മുതൽ ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. അന്തിമ പരീക്ഷണ ഓട്ടമാണ് നടത്തിയത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഈ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ്, അതേപോലെ തന്നെ എമർജൻസി ബ്രേക്കിംഗ്, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ഷേപ്പ് അടക്കം കൃത്യമായി തന്നെ ഈ പരിശോധനയിൽ റെയിൽവേയുടെ സേഫ്റ്റി കമ്മീഷണർ അത്തരം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഗ്ലാസുകളിലായി വെള്ളം ഈ ട്രെയിനിനകത്ത് ഇരിക്കുന്നതും 180 കിലോമീറ്റർ വേഗതയിൽ ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സഞ്ചരിക്കുന്നതും അതേസമയം ആ വെള്ളം തുളുമ്പാതിരിക്കുന്നതുമാണ് ആ ചിത്രം. അതായത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അത്രമാത്രം സുരക്ഷിതം എന്നതിനപ്പുറത്തേക്ക് യാത്രക്കാർക്ക് കൂടുതൽ കംഫർട്ട് നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ആ പരീക്ഷണ ഓട്ടത്തിനിടയിൽ എടുത്ത ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും അസമിലെ ഗുവാഹട്ടിയിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്കാണ് ഈ ആദ്യ ട്രെയിൻ ഓടിത്തുടങ്ങുക. ആദ്യഘട്ടത്തിൽ ഡിസംബർ അവസാനം തന്നെ ഇത് ഓടിക്കുവാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ജനുവരി 2ാം വാരം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നുള്ളതാണ് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പരീക്ഷണ ഓട്ടം വളരെ വിജയകരമായിരുന്നുവെന്നും ഈ 2ാം വാരം തന്നെ ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയത്. ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച സ്ലീപ്പർ കോച്ചുകൾ പൊതുമേഖലാ സ്ഥാപനമായ BEL-ലാണ് നിർമ്മിച്ചത്. BEL-ലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഗതാഗത യോഗ്യമാക്കി റെയിൽ പാതയിലേക്ക് ഇറക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഉള്ളത്. സുരേഷ്, അഭിമാനകരമായ മറ്റൊരു നേട്ടത്തിലേക്ക് എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.